ഇപ്പോൾ തിരുനെല്ലിയിൽ നിന്നൊരു പ്രേക്ഷകൻ, അദ്ദേഹത്തിന്റെ പേര് രാജു എന്നാണ് മനസ്സിലാക്കുന്നത്. രാജു നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ശ്രീ രാജു, എന്താണ് പറയാനുള്ള കാര്യം? പറഞ്ഞോളൂ. നമ്മള് സ്ഥലത്തുകൂട്ട കുറെ സമരങ്ങളൊക്കെ ചെയ്തിട്ടു ഈ ഒരു തിരുനെല്ലി സ്റ്റേഷന്റെ മതില് കെട്ടി മാവേലി ഭീഷണി എന്ന് പറഞ്ഞ് മതില് കെട്ടാൻ വേണ്ടിയിട്ട് ആദിവാസികളുടെ സ്ഥലത്തു കൂടിയാണ് ഇവര് വാന്തി നമ്മളെ കുടിവെള്ള പൈപ്പൊക്കെ പൊട്ടിച്ച് 1 മാസത്തിനടുത്തായി ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിട്ടും നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ പേരിൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആദിവാസികളായാലും എല്ലാവരും ഒഴിവായിപ്പോയി. ബാക്കിയുള്ളവരാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്, ഈ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പഞ്ചായത്തിന്റെ എല്ലാ മെമ്പർമാരെല്ലാം അറിയിച്ചിട്ടുണ്ട്. അവർ തിരിഞ്ഞു നോക്കാണ്ടാണ് ഈ അവരും കൂടി അവരോട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഉള്ള ഒരു പരിപാടിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് രാജു, ഈ എന്തിനു വേണ്ടിയാണ് ഈ മതിലിങ്ങനെ പണിയുന്നത്? എന്ത് പദ്ധതിയാണ്? മാവേലിസ്റ്റ് ഭീഷണി എന്തെന്നും പറഞ്ഞുകൊണ്ടാണ്. മാവേലിസ്റ്റും ഇല്ല, അങ്ങനെയാണ് മതില് കെട്ടിയിട്ട് അവർ അതിന്റെ മുകളിൽ കമ്പിയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ അതിർത്തി അടുത്താണ് ഈ ഇതിലുള്ള സ്ഥലം ഉള്ളത്. ശരി, അപ്പോൾ അതിന്റെ ഭാഗമായി ഈ കുടിവെള്ള പൈപ്പൊക്കെ പൊട്ടിപ്പോയി, പക്ഷേ അത് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല അല്ലേ? പണി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നേരത്തെ അറിഞ്ഞപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു, നമ്മളെ ആളോട് പറഞ്ഞു അതൊന്ന് പൈപ്പൊന്ന് റെഡിയാക്കിയിട്ട് പോകണം, കോൺട്രാക്ടറിനോട് പറഞ്ഞു. അപ്പോൾ റെഡിയാക്കിയിട്ട് പോകാന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ പോയി നോക്കുമ്പോൾ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്, പൈപ്പൊന്നുമില്ല. നാളെ ലീവ് ആയിരിക്കും. നാളെ ഞങ്ങൾ കുടിവെള്ളം. ഇത് എന്ന് നടന്ന സംഭവമാണ്? ഒരുപാട് നാളായോ അതോ അടുത്ത ദിവസങ്ങളിലാണോ? സ്ഥലത്തൂട്ടൊക്കെ ഇവര് സ്ഥലം കയ്യേറിയതിനു ശേഷം ഞങ്ങള് കുറെ സമരത്തിലൊക്കെ നിന്നു. അപ്പോ പിന്നെ സമരത്തിൽ കുറെ ആൾക്കാരൊക്കെ ആ സമയത്തുണ്ട്. പിന്നെ എല്ലാം കൂട്ടിട്ട് ആദിവാസികളായതുകൊണ്ട് ആദിവാസികൾ പോലീസ് വന്ന് പേടിപ്പിക്കില്ല, ടണ്ടർ ബോട്ടെല്ലാം വന്ന് പേടിപ്പിക്കാൻ തുടങ്ങി. എല്ലാവരും പിന്നെ ബാക്കോട്ട് പോയി. ഞാൻ കേസ് ആക്കി കളയുമെന്ന് വിചാരിച്ചിട്ട്. ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം ശ്രീരാജ്, നമുക്ക് മനസ്സിലായി, ആ വിഷയം മനസ്സിലായി. നമ്മുടെ വയനാട്ടിലെ റിപ്പോർട്ടർ നമ്മൾ ഇക്കാര്യങ്ങൾ അറിയിക്കാം, എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് അന്വേഷിക്കാൻ അവിടെ അറിയിക്കാം കേട്ടോ. നന്ദി ശ്രീരാജു, അവിടെ നിന്നുള്ള ഈ ജനകീയ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന്.